നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില ആളുകളുടെ കൈകളിൽ പണം വരും, പക്ഷേ അത് നിൽക്കില്ല. കയ്യിൽ കിട്ടുമ്പോഴേക്കും അത് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ചെലവായി പോകും. എന്നാൽ മറ്റു ചിലരുണ്ട്, അവരുടെ കൈകളിലെ പണം തനിയെ വളർന്നുകൊണ്ടേയിരിക്കും. പണം അവരിലേക്ക് സ്വയം ആകർഷിക്കപ്പെടുന്നതുപോലെ തോന്നും. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? പണം വർദ്ധിപ്പിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും രഹസ്യ ഫോർമുലയോ മാന്ത്രിക വിദ്യയോ ഉണ്ടോ? ഇല്ല. അവർക്കുള്ളത് ഒരേയൊരു കാര്യമാണ്: പണത്തെ മനസ്സിലാക്കാനുള്ള ശരിയായ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് സ്കൂളുകളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ പഠിപ്പിച്ചു തരുന്നില്ല. ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇത് ഒരിക്കലും മനസ്സിലാകുന്നുമില്ല. എന്നാൽ ഈ കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നവരാണ് തങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉടമകളായി മാറുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയാൽ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങുന്ന 5 ശക്തമായ പണത്തിന്റെ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടേണ്ടി വരില്ല. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നജീവിതം ജീവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്ക് കഴിയും? ഇന്നത്തെ കാലത്ത് പണം കേവലമൊരാവശ്യമല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ താക്കോലാണ്. നിങ്ങളുടെ കുടുംബത്തിന് മികച്ചൊരു ജീവിതം നൽകാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും എല്ലാത്തിലുമുപരി യാതൊരു ഭയവുമില്ലാതെ ജീവിക്കാനുമുള്ള ശക്തിയാണ് പണം. എന്നാൽ സത്യമെന്തെന്നാൽ, നമ്മളിൽ പലരും പണം സമ്പാദിക്കുന്ന തിരക്കിൽ അത് കൈകാര്യം ചെയ്യാനും സംരക്ഷിക്കാനും വളർത്താനും മറന്നുപോകുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു, പക്ഷേ അതിന്റെ ഫലം ലഭിക്കുന്നത് മറ്റാർക്കോ ആണ്. എന്തുകൊണ്ട്? കാരണം പണം നമുക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നാം ഒരിക്കലും പഠിച്ചിട്ടില്ല. ആ ചിന്താഗതി മാറ്റാനാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ സമ്പന്നരും വിജയശ്രീലാളിതരും ബുദ്ധിമാന്മാരുമായ ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആ 5 നിയമങ്ങൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ നിയമങ്ങൾ വെറും നിക്ഷേപത്തെയോ ചെലവിനെയോ കുറിച്ചുള്ളതല്ല, മറിച്ച് അവ നിങ്ങളുടെ ചിന്താരീതിയെ തന്നെ മാറ്റിയെഴുതുന്നവയാണ്. ചിന്തകൾ മാറുമ്പോൾ ഭാഗ്യം തനിയെ വഴിമാറി വരും. പണം നിങ്ങളുടെ പോക്കറ്റിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയും സ്വാതന്ത്ര്യവും കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കേൾക്കുക. കാരണം പണം സമ്പാദിക്കാൻ മാത്രമല്ല, അതിനെ ഇരട്ടിയാക്കാനും അതിനെ നിങ്ങൾക്ക് വേണ്ടി ജോലിക്ക് വയ്ക്കാനും പഠിക്കുന്ന ഒരു പുതിയ യാത്ര നമ്മൾ ഇതാ തുടങ്ങുകയാണ്. തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങാം. നിയമം 1: പണത്തെ നിങ്ങളുടെ ഭൃത്യനാക്കുക, യജമാനനല്ല. ഭൂരിഭാഗം ആളുകളും ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. അവർ പണത്തിന് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. രാവിലെ മുതൽ രാത്രി വരെ ജോലി, അധ്വാനം, പോരാട്ടം. എന്നാൽ ഫലമോ? മാസാവസാനം വീണ്ടും അതേ കാലിയായ പോക്കറ്റ്, അതേ ടെൻഷൻ, അതേ ചിന്ത. എപ്പോഴാണ് ഞാൻ പണക്കാരനാകുക? യഥാർത്ഥ സത്യമിതാണ്: നിങ്ങൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നിടത്തോളം കാലം പണം നിങ്ങൾക്കൊരിക്കലും സ്വാതന്ത്ര്യം നൽകില്ല. കാരണം പണം അതിനു പിന്നാലെ ഓടുന്നവന്റെ സ്വന്തമാകില്ല. പണത്തെ തനിക്കുവേണ്ടി പണിയെടുപ്പിക്കാൻ അറിയുന്നവന്റെ സ്വന്തമാകും പണം. ഇതാണ് ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം. പണത്തെ നിങ്ങളുടെ വേലക്കാരനാക്കുക, അതിന്റെ അടിമയാകാതിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് നിങ്ങൾ ജോലി ചെയ്യുന്നത് നിർത്തിയാൽ നിങ്ങളുടെ വീട്ടുചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര ദിവസം മുന്നോട്ടു പോകും? ഒരുപക്ഷെ കുറച്ചാഴ്ചകൾ മാത്രം. ഇതാണ് ഒരു സാധാരണക്കാരനും ബുദ്ധിമാനായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. സാധാരണക്കാരൻ തന്റെ അധ്വാനത്തിലൂടെ പണം സമ്പാദിക്കുന്നു. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ അധ്വാനത്തോടൊപ്പം സ്വന്തം പണത്തെക്കൊണ്ടും പണം സമ്പാദിപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥ കളി, പണത്തിൽ നിന്ന് പണം ഉണ്ടാക്കുക. ഓരോ സമ്പന്നനും തന്റെ ജീവിതത്തിൽ വളരെ വേഗം പഠിച്ചെടുത്ത ഒരു കാര്യമുണ്ട്: പണം രാവും പകലും ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു ഭൃത്യനാണ്, പക്ഷേ അതിന് ജോലി നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളൊരു ദിശ കാണിച്ചുകൊടുക്കുന്നതുവരെ പണമൊന്നും ചെയ്യില്ല. ആ ദിശയുടെ പേരാണ് നിക്ഷേപം. ഉദാഹരണത്തിന്, നിങ്ങളുടെ പക്കൽ 10,000 രൂപയുണ്ടെന്ന് കരുതുക. വിലകൂടിയ മൊബൈൽ കവർ, വിലകൂടിയ ഭക്ഷണം അല്ലെങ്കിൽ താൽക്കാലിക സന്തോഷം നൽകുന്ന എന്തിലെങ്കിലും നിങ്ങളത് ചെലവാക്കിയാൽ ആ പണം അവിടെ തീർന്നു. എന്നാൽ ആ 10,000 രൂപ നിങ്ങളൊരു ചെറിയ നിക്ഷേപത്തിലേക്ക് മാറ്റിയാൽ, ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ബിസിനസ് ആശയത്തിലോ നിക്ഷേപിച്ചാൽ ആ പണം പ്രവർത്തിക്കാൻ തുടങ്ങും. പതുക്കെ പതുക്കെ കൂട്ടുപലിശയുടെ മാന്ത്രികത അതിനെ ഇരട്ടിയാക്കും. വ്യത്യാസം ചിന്തയിൽ മാത്രമാണ്. ഒരാൾ ചിന്തിക്കുന്നു, എനിക്കിത് എങ്ങനെ ചെലവാക്കാം. രണ്ടാമൻ ചിന്തിക്കുന്നു, എനിക്കിത് എങ്ങനെ വളർത്താം. ഓർക്കുക, സമ്പന്നനാകുക എന്നത് ആരുടെയും തലവരയല്ല, അതൊരു ചിന്തയുടെയും ശീലങ്ങളുടെയും കളിയാണ്. പണം എപ്പോഴും അതിന് ഒരു ദിശ നൽകുന്നവന്റെ കൈകളിലാണ് നിൽക്കുന്നത്, അല്ലാതെ അത് നശിപ്പിക്കുന്നവന്റെ കൈകളിലല്ല. അതിനാൽ പണം നിങ്ങളുടെ കൈകളിൽ വരുമ്പോഴെല്ലാം സ്വയം ഒരു ചോദ്യം ചോദിക്കുക: ഈ പണം എനിക്കുവേണ്ടി ജോലി ചെയ്യുമോ, അതോ ഞാൻ ഇതിനുവേണ്ടി ജോലി ചെയ്യുമോ? ആദ്യത്തേതാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ശരിയായ വഴിയിലാണ്. എന്നാൽ രണ്ടാമത്തേതാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതി മാറ്റണം. കാരണം നിങ്ങളുടെ കഠിനാധ്വാനവുമായി അതിനെ ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ പണം ഇരട്ടിയാവുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇൻവെസ്റ്റ്മെന്റ്, പാസീവ് ഇൻകം, സ്മാർട്ട് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇവയെല്ലാം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതാണ്. ഓർക്കുക,
പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തിടത്തോളം കാലം അതൊരു ഭാരമാണ്. അതിനെ നിങ്ങളുടെ വേലക്കാരനാക്കുന്ന ആ ദിവസം നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ആരംഭിക്കും. പണം നിങ്ങളുടെ ഭൃത്യനാണ്, അടിമയല്ല. അതിന് ഒരു ദിശ നൽകുക, അതിന് ജോലി നൽകുക, അത് രാവും പകലും നിങ്ങൾക്കായി എങ്ങനെ ഓടുന്നുവെന്ന് നോക്കുക. ഇതാണ് ആദ്യത്തെയും ഏറ്റവും ശക്തവുമായ നിയമം. പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കുക, പണത്തിനുവേണ്ടി പണിയെടുക്കാതിരിക്കുക. നിയമം 2. നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അവ നിങ്ങളെ നിയന്ത്രിക്കും. പണം സമ്പാദിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എന്നാൽ അത് നിലനിർത്തുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നു, രാവും പകലും പണിയെടുക്കുന്നു. പക്ഷേ മാസാവസാനം നോക്കുമ്പോൾ കാറ്റിൽ പറന്നുപോയതുപോലെ ആ പണമെല്ലാം അപ്രത്യക്ഷമാകുന്നു. എപ്പോഴെങ്കിലും EMI, ഓൺലൈൻ ഷോപ്പിംഗ്, പുറത്തുനിന്നുള്ള ഭക്ഷണം, പുതിയ ഗാഡ്ജറ്റുകൾ. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, അല്ല, ഈ പണമൊക്കെ എവിടെ പോയി? സത്യത്തിൽ പണം ഒരിക്കലും കുറയുന്നില്ല, അതിന്റെ ദിശ തെറ്റുന്നു എന്ന് മാത്രം. നാം എത്രത്തോളം കൂടുതൽ സമ്പാദിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ ചെലവാക്കാൻ തുടങ്ങുന്നു. ലോകം മുഴുവൻ കുടുങ്ങിക്കിടക്കുന്ന കെണി ഇതാണ്, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ഇന്ന് നിങ്ങൾ 10,000 രൂപ സമ്പാദിക്കുമ്പോൾ ചിന്തിക്കും, ഒരു 20,000 കിട്ടിയാൽ എല്ലാം ശരിയാകുമെന്ന്. പിന്നെ 20,000 കിട്ടിത്തുടങ്ങുമ്പോൾ ചെലവുകൾ 30,000 ആയി മാറും. അതുകൊണ്ടാണ് ശമ്പളം വർദ്ധിച്ചിട്ടും പലരും സ്ട്രെസ്സിൽ ജീവിക്കുന്നത്. കാരണം അവർ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നു, വരുമാനം സംരക്ഷിക്കുന്നില്ല. ചെലവുകളിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ് യഥാർത്ഥ നിക്ഷേപത്തിന്റെ ആദ്യപടിയെന്ന് ബുദ്ധിമാന്മാർക്കറിയാം. നിങ്ങളുടെ ചെലവുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ശമ്പളത്തിനും നിങ്ങളെ സമ്പന്നനാക്കാൻ കഴിയില്ല. സമ്പന്നനാകാൻ ആദ്യം ചെലവാക്കുന്ന ശീലങ്ങൾ മാറ്റണം. നിങ്ങളുടെ ഓരോ ചെലവിനെക്കുറിച്ചും ചിന്തിക്കുക. ഇതൊരു ആവശ്യമാണോ അതോ വെറുമൊരു ആഗ്രഹമാണോ? ഇതെന്നെ ദീർഘകാലം സന്തോഷിപ്പിക്കുമോ അതോ കുറച്ചു നിമിഷത്തെ സംതൃപ്തി മാത്രമാണോ? എന്തെങ്കിലും വാങ്ങാൻ തോന്നുമ്പോഴെല്ലാം സ്വയം ചോദിക്കുക, ഇന്ന് ഞാനിത് വാങ്ങിയില്ലെങ്കിൽ എന്റെ ജീവിതം നിന്നു പോകുമോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ആ ചെലവ് അനിവാര്യമല്ല. ഓർക്കുക, സമ്പന്നർ പണം വെച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ല, മറിച്ചത് വളർത്താനാണ്. എന്നാൽ ദരിദ്രർ തങ്ങളുടെ പണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെലവാക്കുന്നു. ഒരു സാധാരണക്കാരൻ തന്റെ സ്റ്റാറ്റസ് കാണിക്കാൻ ബ്രാൻഡഡ് വസ്ത്രങ്ങളും വിലകൂടിയ കാറുകളും പുതിയ ഫോണും വാങ്ങുന്നു. എന്നാൽ സമ്പന്നനായ ഒരാൾ അതേ പണം കൊണ്ട് എല്ലാ മാസവും പണമുണ്ടാക്കിത്തരുന്ന അസറ്റുകൾ വാങ്ങുന്നു. വ്യത്യാസം ചിന്തയിൽ മാത്രമാണ്. ഒരാൾ കാണിക്കാൻ വേണ്ടി ചെലവാക്കുന്നു, മറ്റൊരാൾ വളർത്താൻ വേണ്ടി ചെലവാക്കുന്നു. പണം വളർത്താൻ വേണ്ടി ചെലവാക്കുന്നവനാണ് സമ്പന്നനാകുന്നത്. ചെലവ് നിയന്ത്രിക്കുക എന്നാൽ പിശുക്ക് കാണിക്കുക എന്നല്ല അർത്ഥം, മറിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നാണ്. ഓരോ രൂപയും ചിന്തിച്ച് ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. ഉദാഹരണത്തിന്, നിങ്ങളുടെ വരുമാനം 100% അതിൽ കുറഞ്ഞത് 20% സമ്പാദ്യത്തിനും 10% നിക്ഷേപത്തിനും ബാക്കിയുള്ളവ ആവശ്യങ്ങൾക്കുമായി മാറ്റിവെക്കുക. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യമെല്ലാം ചെലവാക്കും, എന്നിട്ട് ബാക്കിയുള്ളതിനെ സമ്പാദ്യമെന്ന് വിളിക്കും. എന്നാൽ സത്യം ഇതാണ്, ആദ്യം സമ്പാദിക്കുക, എന്നിട്ട് മാത്രം ബാക്കിയുള്ളത് ചെലവാക്കുക. പണം ആദ്യം മാറ്റിവെക്കുന്നവനാണ് പിന്നീട് അതിനെ ഇരട്ടിയാക്കാൻ സാധിക്കുന്നത്. ചെലവ് നിയന്ത്രിക്കുന്നത് പണത്തിന്റെ കാര്യം മാത്രമല്ല, അത് നിങ്ങളുടെ ചിന്തയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും പ്രതിഫലനമാണ്. നിങ്ങളുടെ ചെലവുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിച്ചുവെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എവിടെയാണോ പണത്തിന് ബഹുമാനം ലഭിക്കുന്നത് അവിടെ മാത്രമേ അത് നിൽക്കുകയുള്ളൂ. വെറുതെ പണം ധൂർത്തടിക്കുന്നവരുടെ കൈകളിൽ അത് നിൽക്കില്ല. അതിനാൽ അടുത്ത തവണ എന്തെങ്കിലും വാങ്ങാൻ തോന്നുമ്പോൾ ഒരു നിമിഷം നിൽക്കുക, ചിന്തിക്കുക, എന്നിട്ട് തീരുമാനിക്കുക, ഈ ചെലവ് എന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അടുപ്പിക്കുമോ അതോ അകറ്റുമോ? ഉത്തരം വ്യക്തമാണെങ്കിൽ നിങ്ങളുടെ പണത്തിന്റെ വഴിയും വ്യക്തമാണ്. ഓർക്കുക, പണത്തിന് ബഹുമാനം നൽകുമ്പോഴാണ് അത് വളരുന്നത്. അച്ചടക്കവും നിയന്ത്രണവുമാണ് അതിനുള്ള ആദ്യത്തെ വഴി. നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം ചിലവുകൾ നിങ്ങളെ നിയന്ത്രിക്കും. നിയമം 3. ഒഴുകുമ്പോൾ മാത്രമേ പണം വളരൂ. കെട്ടിക്കിടക്കുന്ന പണം പതിയെ പതിയെ ഇല്ലാതാകുന്നു. നദി എന്തുകൊണ്ടാണ് എപ്പോഴും ശുദ്ധമായും ജീവനോടെയും ഇരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ കുളത്തിലെയോ തടാകത്തിലെയോ വെള്ളം എന്തുകൊണ്ടാണ് ദുർഗന്ധം വമിക്കുന്നത്? കാരണം അത് കെട്ടിക്കിടക്കുന്നു. ഇതേ നിയമം പണത്തിനും ബാധകമാണ്. പണമൊഴുകുമ്പോൾ അത് വർദ്ധിക്കുന്നു, ഇരട്ടിയാകുന്നു, പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ഭയം കാരണമോ മടി കാരണമോ പണം വെറുതെ കിടക്കുമ്പോൾ അതിന് അതിന്റെ മൂല്യം നഷ്ടപ്പെടുന്നു. ഇന്നത്തെ ലോകത്ത് പണപ്പെരുപ്പം എന്ന അദൃശ്യശത്രു എല്ലാ വർഷവും നിങ്ങളുടെ പണത്തിന്റെ ശക്തിയെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് വലിയ തുകയായി തോന്നുന്ന പണം കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ പകുതിയായി മാറും. അതുകൊണ്ട് നിങ്ങളുടെ പണം ജീവനോടെയിരിക്കണമെങ്കിൽ അതിനെ ഒഴുകാൻ അനുവദിക്കുക. അതിനെ ജോലിക്ക് വയ്ക്കുക. നിക്ഷേപത്തിന്റെ നദിയിലേക്ക് അതിനെ ഇറക്കിവിടുക. പലരും പണം വെറുതെ സേവ് ചെയ്തു വയ്ക്കുന്നു. അങ്ങനെ ചെയ്താൽ അത് സുരക്ഷിതമായിരിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ വെറും സമ്പാദ്യം കൊണ്ട് മാത്രം നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല.
നിക്ഷേപമാണ് നിങ്ങളെ സമ്പന്നനാക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ പോക്കറ്റിലോ കിടക്കുന്നിടത്തോളം കാലം പണം വെറുമൊരക്കമാണ്. എന്നാൽ അതേ പണം ഒരു നല്ല നിക്ഷേപത്തിലേക്ക് പോകുമ്പോൾ അത് ഒരു വിത്തായി മാറുന്നു. അത് വളർന്ന് മരമാകുകയും ഫലം നൽകുകയും ചെയ്യുന്നു. ഇതാണ് സേവിങ്ങും ഇൻവെസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം. സമ്പാദ്യം നിങ്ങളെ സുരക്ഷിതരാക്കുന്നു, എന്നാൽ നിക്ഷേപം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ വിജയകരമായ ആളുകളും പറയുന്നത്, ചെലവാക്കിയതിനു ശേഷം ബാക്കിയുള്ളത് സമ്പാദിക്കരുത്, സമ്പാദിച്ചതിനു ശേഷം ബാക്കിയുള്ളത് ചെലവാക്കുക. എന്നാൽ ആ സമ്പാദ്യത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, നിക്ഷേപം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേശ്ശെയായി തുടങ്ങാം. കാരണം ചെറിയ ചുവടുകളിൽ തുടങ്ങി വലിയ ഫലങ്ങൾ നൽകുന്നു എന്നതാണ് നിക്ഷേപത്തിന്റെ സൗന്ദര്യം. മ്യൂച്വൽ ഫണ്ടുകളോ SIPയോ സ്റ്റോക്ക് മാർക്കറ്റോ സ്വർണമോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡ് ബിസിനസ്സോ ആകട്ടെ, വളരാൻ കഴിയുന്ന എവിടെ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം. പക്ഷേ നിക്ഷേപം എവിടെ എങ്ങനെ ചെയ്യണം എന്ന് ആദ്യം പഠിക്കുക. കണ്ണടച്ചുള്ള നിക്ഷേപം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ അപകടകരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നിക്ഷേപത്തെ മനസ്സിലാക്കുക, അറിയുക, തുടർന്ന് വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക എന്നതാണ്. ഓർക്കുക, നിക്ഷേപം പണത്തിൽ മാത്രമല്ല, നിങ്ങളിൽ കൂടിയാണ്. അറിവിലും സ്കില്ലുകളിലും മൈൻഡ്സെറ്റിലുമുള്ള നിക്ഷേപമാണ് ഏറ്റവും വലിയ റിട്ടേൺ തരുന്നത്. കാരണം നിങ്ങൾ ബുദ്ധിമാനാകുമ്പോൾ ഓരോ അവസരവും നിങ്ങൾക്ക് പണത്തിന്റെ പുതിയ വാതിലുകൾ തുറന്നുതരുന്നു. പലരും ഭയം കാരണം നിക്ഷേപിക്കുന്നില്ല. പണം നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയപ്പെടുന്നു. എന്നാൽ അറിവില്ലാത്തയിടത്താണ് എപ്പോഴും ഭയമുണ്ടാകുന്നത്. പണത്തെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ ഭയം തനിയെ മാറും. അതുകൊണ്ട് നിക്ഷേപത്തിൽ നിന്ന് ഒളിച്ചോടരുത്. പകരം നിക്ഷേപത്തെ നിങ്ങളുടെ സുഹൃത്താക്കുക. കാരണം പണം എപ്പോഴും ഒഴുക്കിലായിരിക്കുമ്പോഴാണ് വളരുന്നത്. പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അതിനെ കെട്ടിയിടരുത്, അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. ഒഴുകാൻ അനുവദിക്കുക, ഇരട്ടിയാകാൻ അനുവദിക്കുക. ഓർക്കുക, പണത്തെ കെട്ടിയിടാത്തിടത്തോളം കാലം അത് നിങ്ങളോട് വിശ്വസ്തത പുലർത്തും. ഉപയോഗിക്കുക, വളർത്തുക. വരും വർഷങ്ങളിൽ ഒരു ചെറിയ നിക്ഷേപം എങ്ങനെ ഒരു വലിയ സ്വാതന്ത്ര്യമായി മാറുന്നുവെന്ന് നോക്കുക. അതിനാൽ ഈ നിയമം എപ്പോഴും ഓർക്കുക. പണം ഒഴുകുമ്പോൾ വർദ്ധിക്കുന്നു, അത് ഒഴുകാൻ നിൽക്കുമ്പോൾ പതുക്കെ ഇല്ലാതാകുന്നു. നിയമം 4. സമയത്തെ നിങ്ങളുടെ കൂട്ടുകാരനാക്കുക, ശത്രുവല്ല. കാരണം സമയവും ക്ഷമയുമാണ് പണത്തിന്റെ യഥാർത്ഥ മാന്ത്രികത. പണം സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യമെന്താണ്? കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക, കൂടുതൽ സമ്പാദിക്കുക എന്ന് പലരും കരുതുന്നു. എന്നാൽ യഥാർത്ഥ ശക്തി കഠിനാധ്വാനത്തിലല്ല, മറിച്ച് സമയത്തിന്റെ ശരിയായ ഉപയോഗത്തിലാണ് എന്ന് സമ്പന്നർക്കറിയാം. പണം വളരുന്നത് അധ്വാനം കൊണ്ടല്ല, സമയം കൊണ്ടാണ്. സമയവും പണവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ദരിദ്രനായി തുടരാൻ കഴിയില്ല. പെട്ടെന്ന് പണക്കാരാകണം എന്ന ആഗ്രഹത്തിൽ മിക്കവരും തെറ്റുകൾ വരുത്തുന്നു. ഇന്ന് നിക്ഷേപിച്ച് നാളെ സമ്പന്നനാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ പണം ഒറ്റ രാത്രി കൊണ്ട് മരമാകുന്ന വിത്തല്ല. എല്ലാ ദിവസവും കുറച്ചു വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണത്. അതായത് ക്ഷമ, സ്ഥിരത, വിശ്വാസം. കൂട്ടുപലിശ, ഇതിനെ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്നാണ് വിളിക്കുന്നത്. വെറുതെയല്ല അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ പണത്തെ വളരെ നിശബ്ദമായി എന്നാൽ അതിശക്തമായി ഇരട്ടിയാക്കുന്ന മാന്ത്രികവിദ്യയാണത്. ആദ്യ വർഷത്തിൽ ഇതിന്റെ ഫലം കുറവാണെന്ന് തോന്നും. 2ാം വർഷത്തിൽ കുറച്ച് കാണാൻ കഴിയും. എന്നാൽ കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കോമ്പൗണ്ടിംഗ് ഇഫക്റ്റ് നിങ്ങളെ അമ്പരപ്പിക്കും. ഉദാഹരണത്തിന്, മാസം തോറും 5000 രൂപ ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ ആദ്യ വർഷം വലിയ മാറ്റമൊന്നും തോന്നില്ല. എന്നാൽ 10 വർഷം കഴിയുമ്പോൾ അത് ലക്ഷങ്ങളായും 20 വർഷം കഴിയുമ്പോൾ അത് കോടികളായും മാറും. ഇതിലെ ഏക വ്യത്യാസം നിങ്ങൾ ഇത്രയും ക്ഷമ കാണിച്ചോ ഇല്ലയോ എന്നതാണ്. വേഗത്തിൽ പണമുണ്ടാക്കുന്നതിലല്ല, മറിച്ച് അത് സാവധാനം വളരാൻ അനുവദിക്കുന്നതിലാണ് യഥാർത്ഥ സമ്പത്ത്. വാറൻ ബഫറ്റായാലും രാകേഷ് ജുൻജുൻവാലയായാലും എല്ലാ വിജയകരമായ നിക്ഷേപകരുടെ പിന്നിലും ഒരേയൊരു രഹസ്യമേയുള്ളൂ: അവർ സമയത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി. ബഫറ്റ് തന്റെ ആദ്യ നിക്ഷേപം നടത്തിയത് വെറും 11ാം വയസ്സിലാണ്. ചിന്തിച്ചു നോക്കൂ, അദ്ദേഹത്തിന്റെ മിക്കവാറും സമ്പത്തുമുണ്ടായത് 50 വയസ്സിന് ശേഷമാണ്. കൂട്ടുപലിശയുടെ ശക്തി കൊണ്ടു മാത്രം. ഇതിനർത്ഥം എത്രയും വേഗം തുടങ്ങുന്നുവോ അത്രയും സമയം നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ്. പണം സമ്പാദിക്കാൻ ബുദ്ധി വേണം, എന്നാൽ അത് ഇരട്ടിയാക്കാൻ ക്ഷമ വേണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കുറവ് ക്ഷമയാണ്. ആളുകൾക്കെല്ലാം പെട്ടെന്ന് വേണം. ഇൻസ്റ്റന്റ് നൂഡിൽസ്, ഇൻസ്റ്റന്റ് പ്രശസ്തി, ഇൻസ്റ്റന്റ് വിജയം. എന്നാൽ പണം അങ്ങനെയുണ്ടാകില്ല. അത് വളരാൻ സമയമെടുക്കും. കുറച്ചു ദിവസങ്ങൾ കൂടുമ്പോൾ നിക്ഷേപം പിൻവലിക്കുകയാണെങ്കിൽ കൂട്ടുപലിശ ഒരിക്കലും പ്രവർത്തിക്കില്ല. ഒരു കർഷകൻ എല്ലാ ദിവസവും വിത്ത് തോണ്ടിനോക്കി ചെടി വളർന്നോ എന്ന് നോക്കുന്നതുപോലെയാണിത്. അതിനാൽ ബുദ്ധിമാന്മാർ തങ്ങളുടെ നിക്ഷേപത്തിന് സമയം നൽകുന്നു, സമയം അവർക്ക് പ്രതിഫലം നൽകുന്നു. ഈ നിയമം എപ്പോഴും ഓർക്കുക. പണവും സമയവും ഒരു ടീമാണ്. നിങ്ങൾ സമയത്തെ നിങ്ങൾക്ക് എതിരായി ഉപയോഗിക്കുകയാണെങ്കിൽ പണപ്പെരുപ്പം നിങ്ങളുടെ പണത്തിന്റെ മൂല്യം തിന്നുതീർക്കും. എന്നാൽ നിങ്ങൾ സമയത്തെ നിങ്ങളുടെ അനുകൂലമാക്കിയാൽ ആ സമയം നിങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കും. ക്ഷമയും സ്ഥിരതയുമാണ് എല്ലാ സമ്പന്നരുടെയും ഏറ്റവും വലിയ ശക്തി.
പണം എപ്പോഴും സമയം നൽകുന്നവനെയാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ തിടുക്കം കൂട്ടുന്നവനെയല്ല. അതിനാൽ നിങ്ങളുടെ പണം വളരണമെങ്കിൽ അതിന് സമയം കൊടുക്കുക. കൂട്ടുപലിശയുടെ മാന്ത്രികത പതുക്കെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അത് ഫലം കാണിച്ചു തുടങ്ങുമ്പോൾ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഓർക്കുക, പണം എപ്പോഴും സമയത്തോടും ക്ഷമയോടുമൊപ്പം മാത്രമേ ഇരട്ടിയാകൂ. അതിനാൽ സമയത്തെ നിങ്ങളുടെ ശത്രുവാക്കാതെ കൂട്ടുകാരനാക്കുക. നിയമം 5. നിങ്ങളുടെ മനസ്സിനെ സമ്പന്നമാക്കുക, എങ്കിൽ ജീവിതം സമ്പന്നമാകും. ലോകത്തിലെ ഓരോ സമ്പന്നനായ മനുഷ്യന്റെയും തുടക്കം ദരിദ്രമായൊരു ചിന്താഗതിയിൽ നിന്നായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ ചിന്താഗതി മാറ്റി. കാരണം യഥാർത്ഥ ദാരിദ്ര്യം പോക്കറ്റിലല്ല, തലച്ചോറിലാണ്. ചിന്തകൾക്ക് പരിമിതികളുണ്ടെങ്കിൽ എത്ര പണം വന്നാലും ഒരു ദിവസം അത് തീർന്നുപോകും. എന്നാൽ ചിന്തകൾ സമ്പന്നമാണെങ്കിൽ പണം ഇന്നില്ലെങ്കിലും ഒരുനാൾ അത് തീർച്ചയായും വരും. ഈ ലോകം ചിന്താഗതികൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പണവും ചിന്താഗതിയുടെ കളിയാണ്. ചിന്തിക്കുന്ന രീതി വലുതാകുമ്പോൾ ബാങ്ക് ബാലൻസും പതുക്കെ വലുതാകും. അതിനാൽ നിങ്ങൾ ശരിക്കും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്ത മാറ്റുക. ചിന്തിക്കുക, നിങ്ങൾ പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, അതോ അത് ഇരട്ടിയാക്കുന്നതിനെക്കുറിച്ചാണോ? നിങ്ങൾ എപ്പോഴും ഇല്ലായ്മകളിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അതോ അവസരങ്ങളിലാണോ? സമ്പന്നർ ഓരോ സാഹചര്യത്തിലും അവസരങ്ങൾ കണ്ടെത്തുന്നു. എന്നാൽ ദരിദ്രമായ ചിന്താഗതിയുള്ള ആളുകൾ ഓരോ അവസരത്തിലും പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു. ഇതാണ് വ്യത്യാസം. നിങ്ങളുടെ മനസ്സിനെ ഇല്ലായ്മകളിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റുമ്പോൾ പണം തനിയെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ ശ്രദ്ധ മാറുന്നു. എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടാം എന്നതിൽ നിന്നും എനിക്ക് എന്ത് പുതിയതായി നിർമ്മിക്കാൻ കഴിയും എന്ന ചിന്തയിലേക്ക് മാറുന്നു. ഈ ചിന്തയാണ് ലോകം മാറ്റുന്നത്. സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം പണം ഒരു ഉപകരണമാണെന്ന് പഠിക്കണം. പണം ഒരു ദൈവമല്ല. പണത്തെ ഭയപ്പെടരുത്, അതിനെ മനസ്സിലാക്കണം. പണം എല്ലാ തിന്മകൾക്കും കാരണമാണെന്ന് പലരും പറയുന്നു. എന്നാൽ പണം ഒരു മാധ്യമം മാത്രമാണ്. നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചാണ് അത് നല്ലതോ ചീത്തയോ ആകുന്നത്. പണത്തെ ഒരു ഊർജ്ജമായി കാണാൻ തുടങ്ങുന്ന ആ ദിവസം അതിന്റെ ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ പഠിക്കും. പണത്തെ ഭയപ്പെടുന്നവരുടെ അടുത്ത് അത് നിൽക്കില്ല. അതിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരുടെ അടുത്തേ അത് നിൽക്കൂ. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയില്ല എന്ന ചിന്ത ഒഴിവാക്കി എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് ചെയ്യാൻ കഴിയും എന്ന ചിന്ത സ്വീകരിക്കുക. ഇതാണ് സമ്പന്നമായ ചിന്ത. നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, സാമ്പത്തിക അറിവ് വർദ്ധിപ്പിക്കുക. വിജയകരമായ ആളുകളുടെ ചിന്താഗതി മനസ്സിലാക്കുക. കാരണം പണം കൈകാര്യം ചെയ്യാൻ തയ്യാറുള്ള ഒരാളുടെ അടുത്തേക്ക് മാത്രമേ അത് വരികയുള്ളൂ. അറിവില്ലാതെ നിങ്ങൾ സമ്പന്നനായാൽ ആ പണം വേഗം നഷ്ടപ്പെടും. എന്നാൽ അറിവോടെ സമ്പന്നനായാൽ ഒരു ശക്തിക്കും ആ പണം നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ല. ഓർക്കുക, ഓരോ വലിയ കാര്യങ്ങളും തലച്ചോറിൽ നിന്നാണ് തുടങ്ങുന്നത്. സമ്പന്നമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. അവൻ ഓരോ തവണയും പഠിക്കുന്നു, എഴുന്നേൽക്കുന്നു, വീണ്ടും ശ്രമിക്കുന്നു. മനസ്സ് തോൽവി സമ്മതിക്കാത്തിടത്തോളം കാലം ജീവിതത്തിനും തോൽക്കാനാവില്ല. അതിനാൽ നിങ്ങളുടെ മനസ്സിനെ സമ്പന്നമാക്കുക. നിങ്ങളുടെ ചിന്താരീതിയെ വലുതാക്കുക. കാരണം ചിന്ത മാറുമ്പോൾ ജീവിതം തന്നെ മാറുന്നു. ഇതാണ് അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം. സമ്പന്നനാകുന്നതിന് മുമ്പ് ഒരു സമ്പന്നനെപ്പോലെ ചിന്തിക്കുക. കാരണം പണം എപ്പോഴും അതിനെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായ ഒരാളുടെ അടുത്തേക്കാണ് പോകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന 5 പണത്തിന്റെ നിയമങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ അറിവ് പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ അത് യഥാർത്ഥമാകുകയുള്ളൂ. പണത്തെക്കുറിച്ച് പലരും വായിക്കുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഒരു സാധാരണക്കാരനും വിജയശ്രീലാളിതനും തമ്മിലുള്ള വ്യത്യാസം ആ പ്രവൃത്തിയിലാണ്. സമ്പന്നർ കാശുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നില്ല. പണം തങ്ങളിലേക്ക് വരാൻ എന്തൊക്കെ ചെയ്യാനാകും എന്നാണ് അവർ ചിന്തിക്കുന്നത്. വ്യത്യാസം പ്രവൃത്തിയിലാണ്. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ചിന്ത പഴയതുപോലെയാകില്ല. അടുത്ത തവണ നിങ്ങളുടെ കയ്യിൽ പണം വരുമ്പോൾ അത് ചെലവാക്കുന്നതിനു മുമ്പ് നിങ്ങൾ ചിന്തിക്കും, ഈ പണം എനിക്കുവേണ്ടി ജോലി ചെയ്യുമോ? ഈ ഒരൊറ്റ ചിന്തയാണ് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ തുടക്കം. ഓർക്കുക, പണം സമ്പാദിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ അത് കൈകാര്യം ചെയ്യാനും വളർത്താനും ഇരട്ടിയാക്കാനും ഒരു കഴിവ് ആവശ്യമാണ്. അതാർക്കും പഠിച്ചെടുക്കാം. അതിന് കുറച്ച് അച്ചടക്കവും ക്ഷമയും സമ്പന്നമായ ഒരു ചിന്താഗതിയും മാത്രം മതി. ഈ 5 നിയമങ്ങൾ വെറും തിയറികളല്ല, ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ ജീവിതം മാറ്റിയെഴുതിയ തത്വങ്ങളാണ്. ഇനി നിങ്ങളുടെ ഊഴമാണ്. കാരണം ഇന്ന് നിങ്ങൾ മാറിയില്ലെങ്കിൽ വരുന്ന വർഷങ്ങളും കഴിഞ്ഞുപോയതുപോലെ തന്നെ കടന്നുപോകും. എന്നാൽ ഇന്ന് നിങ്ങളൊരു ചെറിയ ചുവടുവെപ്പ് നടത്തിയാൽ സമ്പാദ്യത്തിന്റെയോ നിക്ഷേപത്തിന്റെയോ പഠനത്തിന്റെയോ വരും വർഷങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക കഥ പൂർണ്ണമായും മാറ്റിമറിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വെറുതെ കണ്ടുമറക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. പണം, നിക്ഷേപം, സമ്പന്നമായ ചിന്തകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങളിവിടെ പങ്കുവെക്കുന്നതിനാൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഈ 5 നിയമങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ശക്തമായി തോന്നിയതെന്നും എന്തുകൊണ്ടെന്നും കമന്റിൽ അറിയിക്കുക.
അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും പ്രത്യേക ബുക്കിനെയോ ആശയത്തെയോ കുറിച്ച് വിശദമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. ഓർക്കുക, ജീവിതത്തിൽ എപ്പോഴും രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ പണം നിങ്ങളെ നിയന്ത്രിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പണത്തെ നിയന്ത്രിക്കും. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. ഇന്ന് തന്നെ തുടങ്ങുക. ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തുക. ഓരോ ദിവസവും അത് നിങ്ങളെ എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അടുപ്പിക്കുന്നു എന്ന് നോക്കുക. കാരണം കൂടുതൽ പണമുള്ളവനല്ല യഥാർത്ഥ സമ്പന്നൻ, മറിച്ച് സ്വന്തം പണത്തിന്മേൽ നിയന്ത്രണം നേടിയവനാണ്. പുതിയൊരു ബുക്കും പുതിയൊരു ചിന്തയും പുതിയൊരു ദിശയുമായി അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓർക്കുക, പണം നിങ്ങളുടെ ഭൃത്യനാണ്.